ജനങ്ങൾക്കൊപ്പം. വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്. ജനമൈത്രി പോലീസ്. ജനമൈത്രി പോലീസിന്റെ വിവിധ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിലുള്ള പരിപാടിയുടെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം. ജനമൈത്രി പോലീസ് വയനാട് സബ് ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസറുമായ KM ശശിധരൻ സംസാരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി തന്നെ എന്ന് പറയാം, വയോജനങ്ങൾക്കായുള്ള വിനോദയാത്ര പോലീസിൻ്റെ കീഴിൽ സംഘടിപ്പിച്ചത് വയനാട് ജില്ലയിലാണ്. ഏകദേശം ഒരു 2018 മുതൽ എല്ലാ വർഷങ്ങളിലും വയനാട് ജില്ലയിലുള്ള പല വയോജന കൂട്ടായ്മകളും സംഘടിപ്പിച്ചുകൊണ്ട് വിനോദയാത്ര പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നടത്തുകയും DTPSCയുടെയൊക്കെ സഹകരണത്തോടെ പരിപാടി നടത്തുകയും അവിടെ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള പരിപാടി നടത്തുക, കൾച്ചർ പ്രോഗ്രാം, പഴയകാലത്തെ ആളുകൾക്ക് മാനസികമായ ഉല്ലാസം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്ന വലിയ പരിപാടികൾ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായി ഇതുവരെ നടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അധികം വയോജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനമൈത്രി പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ സജീവമായി വയോജന സംഘടനകളും സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈബൽ ജനമൈത്രിയുടെ ഭാഗമായി പോലീസ് ചെയ്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രവർത്തനം നമുക്കറിയാം. നമ്മുടെ ട്രൈബൽ മേഖലയിൽ പോക്സോ കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായ ഒരു സമയമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, അത് പോലീസ് ഒരു പരിശോധന നടത്തിയപ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആചാരപരമായ വിവാഹം പല വിഭാഗങ്ങളിലും നടന്നു വരുന്നു, ഗോത്രവിഭാഗങ്ങൾ നടന്നു വരുന്നതായിക്കാണ്. അപ്പോൾ അത് ആചാരപരമായ വിവാഹമാണെങ്കിലും നിയമപരമായി തെറ്റാണെന്ന ബോധ്യം അവർക്കില്ലാതെ പോകുന്നു. അപ്പോൾ നിയമപരമായ ബോധവൽക്കരണം അവിടെ ആവശ്യമാണ്. അതിന് പല മാർഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. നിയമപരമായ ബോധവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് അവരെ ബോധവൽക്കരിക്കുകയാണ്. പക്ഷേ അതിനോട് ശരിയായ രീതിയിലുള്ള ഒരു പ്രതികരണം പലപ്പോഴും ഉണ്ടാകാറില്ല. ഇത്തരം ഘട്ടങ്ങളിൽ പോലീസ് എന്നുള്ള രീതിയിൽ ജനമൈത്രി പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായി അതാത് ഗോത്രവിഭാഗങ്ങളുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ ഭാഷയിൽ, ഗോത്ര ഭാഷയിലുള്ള ക്ലാസ്സുകൾ എടുക്കുകയും അവരുടേതായ ഭാഷയിലുള്ള നാടൻ പാട്ടുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അവരെ കുറച്ചുകൂടി ഈ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ ബോധവൽക്കരിച്ചുള്ള ഒരു പ്രവർത്തനം നമ്മുടെ മക്കൾ എന്നുള്ള രീതിയിൽ വയനാട്ടിലെ ഒരു 200-ലധികം ഉന്നതികൾ പരിപാടി നടത്തുകയും അതിൻ്റെ ഒരു റിസൾട്ട്, നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്തു. അതിനുശേഷം പോലീസ്, ജനമൈത്രി പോലീസ് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി നമ്മൾ നല്ലൊരു മാധ്യമം എന്നുള്ള രീതിയിൽ നാടകത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് വയനാട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ യതീന്ദ്രൻ, അദ്ദേഹം സിനിമാ സംവിധായകൻ കൂടിയാണ്, അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത നമ്മമക്ക എന്ന നാടകം ഗോത്രഭാഷയിലുള്ള, അതും കേരളത്തിൽ ആദ്യത്തെ ഗോത്രഭാഷയുള്ള പോലീസിൻ്റെ നാടകമാണ്, നിയമബോധവൽക്കരണ നാടകം. അരമണിക്കൂർ ദൈർഘ്യമുള്ള ആ നാടകം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് പൂർണ്ണമായി അഭിനയിച്ചിട്ടുള്ളത്. അത് നർമ്മം കലർന്ന രീതിയിലുള്ള ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു നാടകമായിരുന്നു. അത് സജ്ജീകരിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ അവതരിപ്പിക്കും. അതിന് നല്ല മികച്ച പ്രതികരണം ഉണ്ടാകും. അതിലെ വിഷയം സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പോക്സോ നിയമത്തെക്കുറിച്ചുള്ള അറിവും, പ്രായപൂർത്തിയാവാത്ത വിവാഹം, അതിനെക്കുറിച്ചുള്ള അറിവ്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ, ലഹരി ഉപയോഗം, അതുപോലെ തന്നെ സൈബർ ദുരുപയോഗം, ഇത്തരം 4 വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഏതായാലും അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രതികരണം അതിനുണ്ട്. എല്ലാവർക്കും വളരെ തമാശ കലർന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അത് ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമായി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടെ ആ നാടകം വീഡിയോഗ്രാഫ് ചെയ്യുകയും യൂട്യൂബിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ഭാഗം തന്നെ നിരവധി ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരം ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോക്സോ കേസുകളുടെ എണ്ണം ആ ഒരു കാലഘട്ടത്തിൽ വളരെ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഗോത്ര മേഖലയിലെ സ്ത്രീകൾ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചുകൊണ്ട് തന്നെ അത് ചെറിയ രീതിയിലെങ്കിലും കുറച്ചു കൊണ്ടുവരാൻ ജനമൈത്രി പോലീസിന് സാധിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ആദിവാസി ഗോത്ര മേഖലയിലുള്ള ആളുകൾ വളരെ പിന്നോക്കമാണ്. പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കുന്ന, അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി തന്നെ
നമുക്കറിയാം അവർ വിദ്യാഭ്യാസപരമായ അവരുടെ പിന്നോക്കാവസ്ഥ. വിദ്യാഭ്യാസ രംഗത്ത് അവർ കേരളത്തിൽ ഏറ്റവും അധികം കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന ഒരു ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകുന്ന ഒരു ജില്ല വയനാട് ജില്ലയാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ജനമൈത്രി പോലീസ് വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് ചെയ്യുന്നുണ്ട്. ഏതായാലും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലും സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുറേയേറെ ആളുകളെ, യുവാക്കളെ സംഘടിപ്പിക്കുകയും ഏകദേശം 450ഓളം ആളുകളെ PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം PSC കോച്ചിങ് പരിപാടി നടത്തുകയും 2 സ്ഥലത്തും അവധി ദിവസങ്ങളിൽ കോച്ചിങ് പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് പുറത്തുള്ള ഫാക്കൽറ്റികളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1 വർഷത്തോളം നീണ്ട കോച്ചിങ് ക്യാമ്പ് നടത്തുകയും PSC പരീക്ഷകൾ എഴുതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ കായിക മേഖലയിൽ ഏറ്റവും മികവ് പുലർത്തുന്ന ആളുകളാണ് ഈ ഗോത്ര മേഖലയിലുള്ള കുട്ടികൾ, യുവാക്കൾ. അവരെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ 2 തിരുനെല്ലി സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവർക്ക് രാവിലെ 6 മണി മുതൽ 10 മണി വരെ കായിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അതിൽ അവർക്ക് കോച്ചിങ് നൽകുകയും അങ്ങനെ ഈ 2 പരിപാടി PSC കോച്ചിങ്, കായിക പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത വളരെയധികം കുട്ടികൾ PSC പരീക്ഷ എഴുതി അവർക്ക് സർക്കാർ ജോലി കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായത്. പോലീസിൻ്റെ അഭിമാനകരമായ, വയനാട് ജില്ലാ ജനമൈത്രി പോലീസിൻ്റെ അഭിമാനകരമായ ഒരു പ്രവർത്തനം എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ പറഞ്ഞ പദ്ധതികളെല്ലാം തീർച്ചയായും അഭിമാനാർഹമാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതികളിലേക്ക് ജനങ്ങൾക്ക് എങ്ങനെ ജനമൈത്രി പോലീസിനെ ആശ്രയിക്കാം, ഈ പദ്ധതികളെ എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം? ഇതിൽ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുണ്ട്. വയോജനങ്ങളായാലും ആദിവാസി മേഖലയായാലും അതുപോലെ തന്നെ സ്ത്രീകളായാലും കുട്ടികളായാലും മറ്റ് വിവിധ മേഖലയിലുള്ള ആളുകളൊക്കെ പോലീസിൻ്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പങ്കാളികളാവുന്നതിനും അതോടൊപ്പം തന്നെ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനൊക്കെ താല്പര്യം പലപ്പോഴും കാണിക്കാറുണ്ട്. തീർച്ചയായും അവർക്കൊക്കെ അതാത് പോലീസ് സ്റ്റേഷനിൽ ജനമൈത്രി ബീറ്റ് ഓഫീസർമാരുമായോ അല്ലെങ്കിൽ സ്റ്റേഷനിലെ മറ്റ് ഉയർന്ന SHO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ പങ്കാളികളാവാൻ താല്പര്യമുള്ളവർക്ക് പങ്കാളികളാകാനും അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല സംഘടനകളുണ്ട്, കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. അവിടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ, അവർക്ക് ബോധവൽക്കരണ പരിപാടികൾ നടത്താനൊക്കെ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ടാൽ സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ADN ഉൾപ്പെടെയുള്ള ആളുകളോടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നിങ്ങളുടെ താല്പര്യമുള്ള ആളുകളുടെ എല്ലാ മേഖലയിൽ കൊണ്ടുവരുന്നതിന് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ജനമൈത്രി പോലീസിന്റെ മറ്റു പദ്ധതികൾ, സേവനങ്ങൾ തുടരാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ പരാതി കൊടുക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അന്വേഷണം നടത്തുന്നു, പ്രതികളെ കണ്ടെത്തുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അവർക്ക് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു. അത് വലിയൊരു പ്രോസസ്സാണ്. അത് പോലീസിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ ഉപരിയായി നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കവർച്ചയോ കൊലപാതകമോ മറ്റു പ്രശ്നങ്ങളോ മയക്കുമരുന്ന് കടത്തോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സമാധാനപരമായ ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൗഹൃദപരമായോ അല്ലെങ്കിൽ സ്നേഹത്തോടെയോ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും അറിവില്ല. സമൂഹത്തിലെ കുറഞ്ഞ ശതമാനം ആളുകൾക്ക് മാത്രമേ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുള്ളൂ. എല്ലാ ആളുകൾക്കും അറിവുണ്ടെങ്കിൽ നിയമത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന സമൂഹത്തിലെ ചെറിയ ശതമാനം ആളുകളെ ഭൂരിപക്ഷം ഉള്ള ആളുകൾ തടയുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടി എന്നൊരു പരിപാടി കേരളത്തിൽ നടത്തി വരുന്നുണ്ട്. അത് വയനാട് ജില്ല വനിതാ സെല്ലിൻ്റെ കീഴിലാണ്. അതൊരു മാസ്റ്റർ ട്രെയിനേഴ്സിൻ്റെ കീഴിലാണ് ഈ പരിപാടി നടത്തുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ, അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ തൊഴിലിടങ്ങളിൽ, ഏത് മേഖലയിലുള്ള തൊഴിലിടങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും 2014 മുതൽ ഈ ടീമിൻ്റെ നേതൃത്വത്തിൽ ഈ പരിപാടി നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരുപാട് അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും സ്ത്രീകൾ പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാൻ സ്ത്രീകളുടെ ചില പ്രതികരണങ്ങൾ ഉണ്ടായാൽ, ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ വലിയൊരു ഉറച്ച ശബ്ദം കൊണ്ടോ ഒക്കെ അത് തടയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവർക്കുള്ള ഒരു ആത്മവിശ്വാസം ഇത്തരം പരിപാടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് പോലീസിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തി വരുന്നുണ്ട്.
തീർച്ചയായും ഈ സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് സ്ത്രീക സുരക്ഷയുടെ ഭാഗമായി കേരള പോലീസിന്റെ ഏറ്റവും വലിയൊരു പരിപാടിയാണ്. വിവിധ സ്ഥലങ്ങളിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാ സ്ത്രീകൾക്കും ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിലാണ് നടത്തി വരുന്നത്. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങളിലോ വിദ്യാലയങ്ങളിലോ അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലോ സ്ത്രീകളുടെ കൂട്ടായ്മകളിലോ കുടുംബശ്രീ യൂണിറ്റുകളിലോ വേണമെങ്കിൽ വനിതാ സെല്ലിലോ അതോടൊപ്പം തന്നെ ജനമൈത്രിയായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലോ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ് നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ ആധുനിക സംവിധാനങ്ങളുള്ള പുതിയ കാലഘട്ടത്തിൽ ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? പുതിയ കാലഘട്ടത്തിൽ ജനമൈത്രി പോലീസ് സംവിധാനത്തിന്റെ ഒരു പ്രവർത്തന രീതി കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നതിന് ഒരു ആപ്പ് നിലവിൽ വന്നിട്ടുണ്ട്. ജനമൈത്രി ബീറ്റ് ഓഫീസർമാർ ബീറ്റ് നടത്തുന്ന ഓരോ സ്ഥലങ്ങളിലും പല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ വീടുകൾ സന്ദർശിക്കാറുണ്ട്. വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും സന്ദർശിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ സഞ്ചാരത്തിൽ അപരിചിതരായ ആളുകളെ കണ്ടെത്താറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ ആപ്പിൽ എൻ്റർ ചെയ്യും. വളരെ ഈസിയാണ്. വളരെ ഒരു മൊബൈൽ ആപ്പാണ്. കെൽട്രോൺ ആണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി അത് രേഖപ്പെടുത്താൻ കഴിയുന്ന പുതിയ രീതി ജനമൈത്രി പോലീസിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ജനമൈത്രി പോലീസിന്റെ ഭാഗമായി നടത്തുന്ന ഏത് പ്രവർത്തനവും ഈ ആപ്പിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ നേരത്തെ പറഞ്ഞ ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല, കുട്ടികൾക്കും അതോടൊപ്പം തന്നെ യുവാക്കൾക്കൊക്കെ സ്പോർട്സ് മീറ്റുകളും ഫുട്ബോൾ മേള, വോളിബോൾ മത്സരങ്ങൾ, മറ്റ് കായിക മത്സരങ്ങളും ഒക്കെ പ്രത്യേകിച്ച് ഗോത്രമേഖലയിലും ഒക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗോത്രമേള, കലാമേളകളും ഇതിൻ്റെ ഭാഗമായി പോലീസിൻ്റെ കീഴിൽ വയനാട് ജില്ലയിൽ നടത്തിയിട്ടുണ്ട്. കിടപ്പ് രോഗികളായ ആളുകൾക്കൊക്കെ വീൽ ചെയർ ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങളൊക്കെ, ബെഡ്, കട്ടിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. ജനമൈത്രി പോലീസിന്റെ മറ്റു പദ്ധതികൾ കൂടി കൂട്ടിച്ചേർക്കാം. പോലീസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഹോപ്പ് പദ്ധതി. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് SLC പരീക്ഷ എഴുതാതെയും അല്ലെങ്കിൽ പരാജയപ്പെട്ടും +2 പരീക്ഷ എഴുതാതെയൊക്കെ പുറകോട്ട് പോകുന്ന പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികൾ പലതും ഉണ്ടാകും. അവരെ കണ്ടെത്തി അവരെ രജിസ്റ്റർ ചെയ്ത് അവരെ പരീക്ഷയ്ക്ക് വേണ്ടി പഠനം അവർക്ക് വേണ്ട കോച്ചിങ് നൽകി പരീക്ഷ എഴുതിക്കുന്ന ഒരു പദ്ധതിയാണ് ഹോപ്പ് പദ്ധതി. അതിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് കുട്ടികളെ വിജയിപ്പിച്ചെടുക്കാൻ ഈ ഹോപ്പ് പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കുട്ടികൾ, പരീക്ഷ അല്ലെങ്കിൽ എഴുതാതെ വിദ്യാഭ്യാസത്തിൽ കാലഘട്ടത്തിൽ പിന്നോക്കം പോയി പഠനം നിർത്തി പോകുന്ന കുട്ടികളാണ് പലപ്പോഴും പല കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരുന്നത്. അത് തടയുന്നതിന് വേണ്ടിയാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആയി മുന്നോട്ട് വന്നുള്ളത്. ആ പദ്ധതി ശരിയായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ശിശു സൗഹൃദ മേഖലയിൽ പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. വയനാട് ജില്ലയിൽ തന്നെ 3 ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനുകളുണ്ട്. പടിഞ്ഞാറത്തറ, മേപ്പാടി, തിരുനെല്ലി, അങ്ങനെ 3 പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിൽ 140 ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറി ഒരു കുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിച്ച ഒരു കെട്ടിടമാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള ചിത്രങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെയുള്ള ഒരു സൗഹൃദപരമായ അന്തരീക്ഷമുള്ള ഒരു കെട്ടിടമാണ് ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്നുള്ളതിലൂടെ. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ പോലീസ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ചിരി ഹെൽപ്പ് ലൈൻ 94 97 900 200 എന്ന നമ്പറാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്പറിൽ ഏത് സമയം ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഭാഗമായി പദ്ധതികൾ നടത്തി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിരവധിയായ പ്രവർത്തനങ്ങൾ ജനമൈത്രി പോലീസിനുണ്ട്. ജനമൈത്രി പോലീസിന്റെ ഘടന തന്നെ വ്യത്യസ്തമാണ്. ഈ പദ്ധതികളുടെ എല്ലാം പിന്നിൽ എന്താണ് ആത്യന്തികമായി ജനമൈത്രി പോലീസ് ലക്ഷ്യമിടുന്നത്? പോലീസിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷ അല്ലെങ്കിൽ സമൂഹത്തിന്റെ സുരക്ഷയാണ്. ഓരോ പൗരന്റെയും അന്തസ്സ് സംരക്ഷിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ അവരെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ഓരോ പൗരനും തീരുമാനിക്കേണ്ടതാണ്. നിഷ്പക്ഷമായ നീതി നിർവഹണവും നിയമവാഴ്ചയും നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ പൊതുവായ ആവശ്യമാണെന്ന് നമ്മളെല്ലാവരും, നമ്മുടെ സമൂഹം ഒരു ചിന്തയിലേക്ക് മാറേണ്ടതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ശ്രോതാക്കൾ കേട്ടത് ജനമൈത്രി പോലീസിന്റെ വിവിധ സേവനങ്ങളും പദ്ധതികളും. ഈ പരിപാടിയിൽ സംസാരിച്ചത് ജനമൈത്രി പോലീസ് വയനാട് സബ് ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസറുമായ KM ശശിധരൻ. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും
സർക്കാരിന്റെ മറ്റൊരു വകുപ്പിലെ പദ്ധതികളുമായി കാണാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്.